ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിസ് വ്ളോഗിൻ്റെ പുതിയൊരു തിയേറ്റർ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ലക്കിടിയിൽ നമ്മുടെ പുതിയൊരു സിനിമ തിയേറ്റർ എന്ന് ലാഡർ സിനിമാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ലാഡർ സിനിമാസാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒരു മാസമല്ലായിട്ടുള്ളൂ, ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 2 ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ലാഡർ സിനിമാസിൻ്റെ മാനേജറായിട്ടുള്ള ഇവിടുത്തെ മാനേജറായിട്ടുള്ള വിഷ്ണു എൻ്റെ കൂടെ ഉണ്ട്. വിഷ്ണുവാണ് നമുക്കിന്ന് എല്ലാം പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതാണ് ബാക്കിൽ കാണുന്നതാണ് ലാഡർ സിനിമാസ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു തിയേറ്റർ റിവ്യൂ വീഡിയോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഓൾറെഡി 4 സിനിമകൾ, അവതാർ അടക്കം 4 സിനിമകൾ കണ്ടു കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഇപ്പോൾ ഇനി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാനിപ്പോഴും കാണാൻ പോകുന്നുണ്ട് ഒരു പടം. അപ്പോൾ എന്തായാലും ശ്രീജിസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് തിയേറ്റർ റിവ്യൂ വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു തിയേറ്റർ റിവ്യൂ വീഡിയോ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതാണ് ലാഡർ സിനിമാസ്. ഫുൾ ഫ്രണ്ട് വ്യൂ ഇതാണ് കേട്ടോ. ഇനി നമുക്ക് പാർക്കിംഗ് കാര്യങ്ങളും എല്ലാ സ്ക്രീൻസും ഒക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് നടക്കാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ലാഡർ സിനിമാസിൻ്റെ പാർക്കിംഗ് എത്തിയതാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറി ഇതാണ് ഇത്രയും വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കണ്ടോ. ടൂ വീലർ പാർക്കിംഗ് അറ്റം വരെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 4 വീലർ പാർക്കിംഗ് വേറെ ഉണ്ട്. ഇത് കണ്ടോ, എത്ര വരികളിലാണ്, 1 2 3 4 5 6 വരികളിലായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ 4 വീലർ പാർക്കിംഗ് സ്പേസ്. ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഒരുപാട് പാർക്കിംഗ് സ്പേസാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലെന്ന് ചോദിച്ചാൽ. നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് പാർക്കിംഗ് സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വലിയൊരു പാർക്കിംഗ് സ്പേസിൽ ഏകദേശം എത്ര എണ്ണാൻ പറ്റില്ല കേട്ടോ, അത്രയധികം വണ്ടികളുണ്ട്. ഇത് മാത്രമല്ല, ഈ ഒരു സ്പേസ് മാത്രമല്ല, ഇതിൻ്റെ താഴെ ബേസ്മെൻറ്റ് സ്പേസ് കൂടിയുണ്ട്. അതുകൂടി അത്രയും വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് കണ്ടോ. അത് അത്രയും അവിടെ ആ അറ്റം വരെ, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് 2 റോ പിന്നെ ഇത് അങ്ങനെ സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലൂടെ പോയി നേരെ ലിഫ്റ്റിൻ്റെ ഇതുണ്ട്. ഇത് നമുക്ക് മുകളിലേക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് തിയേറ്റർ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നേരെ. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്ത ഉടനെ തന്നെ ബേസ്മെൻറ്റ് ഉണ്ട് കണ്ടോ. ഞാൻ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്, ബേസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് എത്താനുള്ള സൗകര്യം കൂടി ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് പാർക്കിംഗ് സ്പേസ്. ഒരുപാട് വണ്ടികൾക്ക് സ്പേഷ്യസ് ആയിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതായത് പുതിയ തലമുറയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, പാർക്കിംഗ് സ്പേസ്, മെയിനായിട്ട് കാറിൻ്റെ പാർക്കിംഗ് സ്പേസൊക്കെ നല്ലോണം വെച്ചിട്ട് തന്നെയാണ് ഈ ലാഡർ സിനിമാസ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം, മുകളിലത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാനും വിഷ്ണുവും കൂടി ലാഡർ സിനിമാസിൻ്റെ ഒറ്റപ്പാലത്തുള്ള ഒറ്റപ്പാലല്ല ലക്കിടിയുള്ള ലാഡർ സിനിമാസിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഉള്ളിൽ പോയിട്ട് നമുക്ക് ബോക്സ് ഓഫീസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്താ വരാൻ പോകുന്നത്? ഗെയിം സോൺ വരുന്നുണ്ട് അല്ലേ. ഓൾറെഡി ഫുഡ് കോർട്ടിൽ ചിക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ വൈകാതെ തന്നെ ജ്യൂസിൻ്റെ ഐസ്ക്രീമിൻ്റെ ഷോപ്പ് ഓപ്പൺ ആവും. മറ്റേ കൗണ്ടേഴ്സിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. വൈകാതെ തന്നെ എല്ലാം വരും മാസങ്ങളിൽ ഓപ്പൺ ആകും. അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ അപ്പോൾ ഇതാണ് എൻട്രൻസ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഫുള്ളി എയർ കണ്ടീഷൻഡാണ്. ഇത് വാട്ടർ ബോഡിയാണ്. വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. ഇത് കണ്ടോ. വരുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലാണ് ഇവിടെ വരുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 മൂവീസ് കണ്ടു. പാൽത്തു ജാൻവർ, പൊന്നിയൻ സെൽവൻ, 19-ാം നൂറ്റാണ്ട്. ഈ 3 സിനിമാസും സ്ക്രീൻ 1 കണ്ട 2 സിനിമാസാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം അത്രയും സൗണ്ട് എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. ഞാൻ സ്ക്രീനിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബോക്സ് ഓഫീസ്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. ടിക്കറ്റ് ന്യൂ പേടിഎം ഇതുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യണം. അത് ആ ഒരു ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ പേപ്പർ ടിക്കറ്റ് എടുക്കണം. ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം ഇവിടെ കാണിക്കാൻ. അപ്പോൾ അതാണ് ഇവിടുത്തെ ടിക്കറ്റിംഗ് സിസ്റ്റം. ടിക്കറ്റ് ന്യൂ എന്ന് പറയുന്ന ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ന്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ ലാഡർ സിനിമാസ് ഒറ്റപ്പാലം ടിക്കറ്റ് ബുക്കിംഗ് എന്ന് അടിച്ചാൽ വരും. അപ്പോൾ എന്തായാലും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ചിക്കിങ്ങിൻ്റെ ആ പറഞ്ഞ ഫുഡ് കോർട്ട് അല്ലേ. ഓക്കെ, അത് ഫുഡ് കോർട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണ് താഴത്തെ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് പോകാം, സ്ക്രീനിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഫ്രണ്ട് ബോക്സ് ഓഫീസ് കാഴ്ചകൾ ഇതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ മുകളിലെത്തി, സെക്കൻഡ് ഫ്ലോറിലെത്തി. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ ലിഫ്റ്റിലാണ് ഞങ്ങൾ വന്നത്. ലിഫ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താഴത്തു നിന്ന് പാർക്കിംഗ് നിന്ന് കാണിച്ചതില്ലേ. ലിഫ്റ്റ് വഴി നമുക്ക് പാർക്കിംഗ് നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വരിക, അവിടുന്ന് ടിക്കറ്റ് മാറ്റുക, എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പിന്നെ ലിഫ്റ്റിൽ വരാം. അപ്പോൾ ഫുള്ളി അത് കണ്ടോ,
പുള്ളി ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതാ, സെക്കൻഡ് തിയേറ്റർ എൻട്രി 1 2 3 എൻട്രി. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ വന്നു. പിന്നെ എസ്കലേറ്റർ വഴി വരികയാണെങ്കിൽ ഈ വഴിയും വരാം, അതായത് ബോക്സ് ഓഫീസിൻ്റെ ബാക്ക് വഴി എസ്കലേറ്റർ വഴിയും വരാം. അപ്പോൾ നമുക്ക് 3 സ്ക്രീൻ ഇവിടെയാണ്, 1 2 3, ഈ 3 സ്ക്രീനുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ക്രീനിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ ബാത്റൂമുണ്ട്. ബാത്റൂം ഫെസിലിറ്റീസ് ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് അതിൻ്റെ ക്യാൻറ്റീൻ. ഐ മീൻ ഇതിൻ്റെ ഫസ്റ്റ് 2 ക്യാൻറ്റീനാണുള്ളത്. ഒന്ന് തേർഡ് സ്ക്രീനിൻ്റെ അവിടെ അല്ലേ, അല്ല സെക്കൻഡ് സ്ക്രീനിൻ്റെ അവിടെ, തേർഡ് സ്ക്രീൻ ഇവിടെയാണ് അല്ലേ. ഓക്കെ, ഇവിടെയാണ് തേർഡ് സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാൻറ്റീൻ. ഞാനിപ്പോൾ എന്താ വെച്ചാൽ രാവിലെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ തിരക്കില്ലാണ്ട് നമുക്ക് എല്ലാം കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാം നല്ല റീസെൻറ്റ് റേറ്റിന് പോപ്കോൺ 2 ഫ്ലേവറിലുണ്ട്. ഒന്ന് മസാല പോപ്കോൺ, വേറെ സാധാ പോപ്കോൺ അല്ലേ, എല്ലാം ഉണ്ട്. പിന്നെ സാൻഡ്വിച്ച്, ബർഗർ, സമൂസ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതുണ്ടോ, എല്ലാ പ്രോഡക്ട്സും ഇവിടെ. നല്ല പ്രീമിയം ക്യാൻറ്റീനാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ഫസ്റ്റ് സ്ക്രീൻ നോക്കാം. അതായത് ലാഡർ സിനിമാസ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച തിയേറ്റർ ആവുന്നത് ഈ ഒരു സ്ക്രീനിലുകൊണ്ടാണ് അല്ലേ, സ്ക്രീൻ 1 ഉള്ളതുകൊണ്ടാണ്. നല്ലൊരു ഫസ്റ്റ് നമ്പർ 1 തിയേറ്റർ എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ക്രീനാണ് സ്ക്രീൻ 1 അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി, ക്യാൻറ്റീനും കാര്യങ്ങളും കണ്ടു. ഇനി നമുക്ക് മെയിനായിട്ട് സ്ക്രീനിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ ഞാൻ വന്ന് 3 സിനിമ കണ്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ 19-ാം നൂറ്റാണ്ട്, അതിൻ്റെ സൗണ്ട്, പിന്നെ അവതാർ കണ്ടു കേട്ടോ. അതാണ് എടുത്തു പറയേണ്ടത്. എനിക്ക് ഇവിടുത്തെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയായിരുന്നു അവതാർ കണ്ടപ്പോഴാണ് ഇവിടുത്തെ സൗണ്ട് എന്താണെന്നുള്ളത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. അപ്പോൾ ഇതാണ് സ്ക്രീൻ 1 കണ്ടോ, വലിയ തിയേറ്ററാണ്, സൂപ്പർ. എത്ര സീറ്റ്സ് ഉണ്ട് മൊത്തം? 444 ഈ കാണുന്ന സീറ്റ്, 150 സീറ്റ്, 14 റിക്ലൈനർ സീറ്റ്, ടോട്ടൽ 458 സീറ്റ്. 458 സീറ്റാണ് മൊത്തത്തിലുള്ളത്. ഇത് കണ്ടോ, ഈ പറയുന്ന താഴത്തെ ഇത് 150 രൂപയാണ് ചാർജ്. മുകളിലുള്ള റിക്ലൈനർ സീറ്റ് വേറെ ഉണ്ട്. അതായത് ഇപ്പോൾ അതെ, കിടന്ന് സിനിമ കാണാം. നമുക്ക് 450 രൂപയാണ് റിക്ലൈനർ സീറ്റിൻ്റെ ഇത്. പ്രൊജക്ടർ റൂം അവിടെ. എന്തായാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞത് ഇതാണ് റിക്ലൈനർ സീറ്റ്. കണ്ടോ, നമുക്കിങ്ങനെ കിടന്ന് സിനിമ കാണാം. യെസ്, കാലിങ്ങനെ വെച്ച് അത് കണ്ടോ, സുഖമായി കാല് വെച്ച് സിനിമ കാണാം. ഇത് നല്ലൊരു പ്രീമിയം ഫെസിലിറ്റി കണ്ടോ. യെസ്, അപ്പോൾ ഇങ്ങനെ സിനിമ കാണാം. ഇത്രയാണ് ഇതിൻ്റെ മാക്സിമം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ പോർഷൻ. അപ്പോൾ ഇതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫുള്ളി ഇലക്ട്രിക്കലാണ് ഇതിൻ്റെ ഫങ്ഷനിങ്, ഫുള്ളി ഇലക്ട്രിക്കലാണ്. കണ്ടോ, ഇത് ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഡ് ആവും, അങ്ങനെ ചുരുങ്ങുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീന് ഏതിൻ്റെ 4K സ്ക്രീന്? 4K ലേസറാണ്. ഏതിന് കമ്പനി? ഹാർക്നെസിൻ്റെ സ്ക്രീനാണ്. ഓക്കെ, പ്രൊജക്ടർ ഹാർക്നെസിൻ്റെ സ്ക്രീന്, 3D സ്ക്രീൻ അല്ലേ, സിൽവർ 3D സ്ക്രീനാണ്. അത് സാധാരണ എല്ലാവിടെയും രാഗവും എല്ലാം അത് തന്നെയാണ്, അതേ തന്നെ പ്രൊജക്ടർ 3D സ്ക്രീനാണ്. പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ടത് സൗണ്ട്. അതായത് സ്പീക്കേഴ്സ് വരുന്നത് പൾസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. 64 ചാനലാണ്. കേരളത്തിലെ ചുരുക്കം 64 ചാനലുള്ള തിയേറ്ററുകളിൽ ഒന്നാണ് ലാഡർ സിനിമാസ് പുതിയതായി വന്നിരിക്കുന്നത്. അപ്പോൾ 64 ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ 64 ചാനൽ വരും. അതാണ് അത് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ അവതാറിലാണ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജയൻ സ്ക്രീൻ, ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാലുള്ള സ്ക്രീന്. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കണ്ടോ, സീറ്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ നല്ല കംഫർട്ടബിളാണ്. റോയിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഗ്യാപ്പ് കിട്ടും. ഇടയിലൊരു റോ മീൻസ് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ കാലൊക്കെ റിലാക്സ്ഡ് ആക്കി ഇരുന്ന് സിനിമ കാണാൻ പറ്റിയൊരു നല്ലൊരു തിയേറ്ററാണ് ലാഡർ സിനിമാസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ക്രീൻ 1. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് സ്ക്രീനും സൗണ്ടും. ലേസർ പ്രൊജക്ടറാണ്. ബാർക്കോൻ്റെയാണ് പ്രൊജക്ടർ അല്ലേ? മൂന്നും. സ്ക്രീൻ 1 4K ലേസറാണ് വരുന്നത്. ഫുൾ അറ്റ്മോസ് വരുന്നത്. അതെ, ഓക്കെ. അപ്പോൾ അതാണ് സ്ക്രീൻ 1 കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സ്ക്രീൻ 1ൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഓരോ സ്ക്രീനും 4 എക്സിറ്റ് ഡോർസ് ഉണ്ട് അല്ലേ? 4 എക്സിറ്റ് ഡോർസ് അല്ലേ? 4 എക്സിറ്റ് ഡോർ ഉണ്ട്. അപ്പോൾ ഇവിടെ കമ്മിങ് സൂണിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, വരുന്ന പടങ്ങളുടെ, ഇപ്പോൾ കളിക്കുന്ന പടങ്ങളുടെ എല്ലാം. അപ്പോൾ ഇത് 2 ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കേട്ടോ, ബാത്റൂം ഉള്ളത്. ഒന്ന് ലേഡീസിൻ്റെ, ഒന്ന് ജെൻസിൻ്റെ.
അപ്പോൾ ഇവിടെ എന്ത് പ്രത്യേകത വെച്ചാൽ ഒക്കെ പ്രീമിയം ക്ലാസ്സിലാണ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോലറിൻ്റെ ടോയ്ലറ്റ്സ് കണ്ടോ, നല്ല ഇതാണ്, എന്താ പറയുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്വാളിറ്റി അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ നല്ലൊരു തിയേറ്റർ വരുമ്പോൾ ആ ക്വാളിറ്റി നിലനിർത്തേണ്ടത് നമ്മൾ കാണാൻ വരുന്ന പ്രേക്ഷകർ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ ബാത്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹാൻഡ് ഡ്രയർ അടക്കമുണ്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് വന്ന് ഇനി നമുക്ക് കാണാനുള്ളത് സ്ക്രീൻ 2ലേക്ക് പോവാം. ഒരു ക്യാൻറ്റീൻ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി ഇതേ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇതാണ് സ്ക്രീൻ 2. സ്ക്രീൻ 3 ഇതേ അവിടെയാണ്. അത് നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോവാം. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അല്ലേ? ടോയ്ലറ്റ് അവിടെയാണ്. സ്ക്രീൻ 1ൻ്റെ ഒരു എക്സിറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് ഒരു ക്യാൻറ്റീൻ. അപ്പോൾ ഇരിക്കാനും കാര്യങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് വേറെ ഉണ്ട്. ഇത് സ്ക്രീൻ 2. അപ്പോൾ ഇതാണ് സ്ക്രീൻ 2ലേക്കുള്ള എൻട്രൻസ്. ഇതല്ലേ, ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 2 എൻട്രൻസ് ഉണ്ട്. സ്ക്രീൻ 2ൻ്റെ ഉള്ളിലേക്ക് പോകാം അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ കണ്ട അതേ ക്യാൻറ്റീൻ പ്രൊഡക്ഷൻ ഇവിടെയും സെക്കൻഡ് ക്യാൻറ്റീനിലും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്ക്രീൻ 2ൻ്റെ അടുത്താണ് ഈ ക്യാൻറ്റീൻ. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ 2ൻ്റെ ഉള്ളിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് സ്ക്രീൻ 2ൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ 1ൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ട്രിപ്പിൾ ലേസർ ബീം 3D ആണ്. ഓട്ടോമാറ്റിക് 3D സിസ്റ്റം ആണ്. 3D സിസ്റ്റം ഉള്ളത് ഫസ്റ്റിൽ സ്ക്രീൻ 1ൽ. അതുപോലെ 2ലും ഓട്ടോമാറ്റിക് 3D സിസ്റ്റം ആണ്. 2ലും ഓട്ടോമാറ്റിക് 3D സിസ്റ്റം ഉള്ളത്. 2K പ്രൊജക്ടറാണ്. 2K പ്രൊജക്ടർ ബാർക്കോന്റെ 7.1 സൗണ്ട് സിസ്റ്റം. അതെ, 214 സീറ്റ് വരും. 214 സീറ്റാണ് സെക്കൻഡ് സ്ക്രീനിലുള്ളത്. ഇത് കണ്ടോ? അപ്പോൾ ഇതിൽ റിക്ലൈനർ ഇല്ല. ബാക്കിലത്തെ ആ സോഫ സീറ്റ് ഇല്ല, ഒറ്റതേ ഉള്ളൂ അല്ലേ? മറ്റേത് കണ്ട റെഡ് കളർ സീറ്റ് എന്തോ അതിൽ കളർ മാറി ബ്ലൂ കളറായി. പക്ഷേ ബാക്കിൽ റിക്ലൈനർ ഇല്ല. 150 നോർമൽ സീറ്റ് 150യുടെ സീറ്റ് തന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തത്. പിന്നെ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഹാർട്ട്നെസ്സിൻ്റെ എല്ലാ സ്ക്രീനും ഹാർട്ട്നെസ്സിൻ്റെ സിൽവർ 3D സ്ക്രീൻ തന്നെയാണ്. അതിൽ മറ്റേ ഫസ്റ്റ് സ്ക്രീനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ട്രിപ്പിൾ ലേസർ ബീമാണ് 3Dയുടെ വരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ സ്ക്രീൻ 1ൻ്റെ പ്രത്യേകത പറഞ്ഞത്. ഇത് സ്ക്രീൻ 2 കേട്ടോ. സ്ക്രീൻ 2ലാണ് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം. ഇതിൻ്റെ പ്രൊജക്ടർ റൂം ഇതേ മുകളിലുണ്ട്. ഇതിനും അപ്പോഴേ പറഞ്ഞ പോലെ 4 ഇതുണ്ട് അല്ലേ? 4 എക്സിറ്റ് ഉണ്ട്. യെസ്. അപ്പോൾ അതാണ് മുകളിൽ 2 ഇവിടെയും വന്നു അല്ലേ? അങ്ങനെ നല്ല എന്താ പറയുക, പ്രീമിയം ഫെസിലിറ്റീസ് സെയിം ടൈപ്പ് തന്നെ കേട്ടോ. സീറ്റ്സൊക്കെ അതേപോലെ തന്നെ, കളറ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇവിടെ പറയാൻ അതാണുള്ളത്. പിന്നെ സ്പീക്കേഴ്സ് പൾസിൻ്റെ തന്നെ സ്പീക്കേഴ്സ്. പിന്നെ എന്താ വെച്ചാൽ ഇതുണ്ടോ, ഇവിടെ എല്ലാ ഇതിലും സ്ക്രീനുകളിലും ക്യാമറ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഈ തിയേറ്ററുകളെല്ലാം നന്നായിട്ട്. നമ്മുടെ നാട്ടിലിങ്ങനെ നല്ല തിയേറ്റർ വരുമ്പോൾ അത് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. ക്യാമറയിൽ എല്ലാവരും ചെയ്യുന്നതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് എല്ലാ സ്ക്രീനിലും ഉണ്ട് കേട്ടോ. ഫുൾ ക്യാമറ ഉണ്ട്. എത്ര 3, 4, 5, 6 ക്യാമറ ഉണ്ട്. അതന്നെ 6 ക്യാമറ ഉണ്ട്. അപ്പോൾ ഇവിടെ അത് പൾസിൻ്റെ സ്പീക്കേഴ്സാണ് ഉള്ളത്. ഇത് എത്ര ചാനലാണ്? 7.1 ഓക്കെ, സൗണ്ട് സിസ്റ്റം. ഡോൾബിയുടെ 7.1. ഓക്കെ, ഫൈൻ. അപ്പോൾ അതാണ് ഇവിടുത്തെ സെക്കൻഡ് സ്ക്രീൻ കേട്ടോ. അതായത് ലാഡർ സിനിമാസ് ലക്കിടി ഒറ്റപ്പാലത്തിലെ സെക്കൻഡ് സ്ക്രീന് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാഡർ സിനിമാസിലെ സ്ക്രീൻ 3ലെത്തി. സ്ക്രീൻ 3ൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് എൻട്രൻസ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. അത് സെയിം തന്നെയാണ്, അപ്പോഴേ കാണിച്ചിരുന്ന ടോയ്ലറ്റ് പോലെ തന്നെ സെയിം ഫെസിലിറ്റീസാണ്. ഒരുപാട് പേർക്ക് ഉപയോഗിക്കാവുന്ന ഫെസിലിറ്റീസാണ് ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ തേർഡ് സ്ക്രീനിലേക്ക് കയറി. തേർഡ് സ്ക്രീനിൽ ഞാൻ ഇതേവരെ മൂവി കണ്ടിട്ടില്ല. സെക്കൻഡ് സ്ക്രീനിലും ഫസ്റ്റ് സ്ക്രീനിലും കണ്ടത്. സെക്കൻഡ് സ്ക്രീനിൽ പാൽത്തു ജാൻവർ, ഫസ്റ്റ് സ്ക്രീനിൽ അപ്ലൈ പറഞ്ഞ അവതാറും മറ്റ് 2 മൂവീസും. അപ്പോൾ ഇതും പറഞ്ഞ പോലെ ഹാർട്ട്നെസ്സിൻ്റെ സിൽവർ 3D സ്ക്രീനാണ്. 2K പ്രൊജക്ടറാണ്. ബാർക്കോൻ്റെ അല്ലേ പ്രൊജക്ടർ? അതെ, 214 സീറ്റ്. ഇവിടെ ആകെ കൂടി സെക്കൻഡ് സ്ക്രീനുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സീറ്റ്സ് ആണ് കേട്ടോ. സീറ്റ്സിൻ്റെ നിറം അത് മാത്രമേ വ്യത്യാസമുള്ളൂ. 150 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് റേറ്റ്. പൾസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. ക്യാമറ ഉണ്ട്. ക്യാമറ ഇവിടെ മാത്രമല്ല കേട്ടോ, ഫുൾ ഈ പറയുന്ന ലാഡർ സിനിമാസിൻ്റെ ഈ ബിൽഡിംഗ് മൊത്തം എല്ലായിടത്തും ക്യാമറ ഉണ്ട്. അപ്പോൾ അത്രയും ടൈറ്റായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത് കേട്ടോ. അതായത് തേർഡ് സ്ക്രീൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം. 4 ഇതുണ്ട്, 4 എക്സിറ്റ്സ് ഉണ്ട്. പിന്നെ അവിടെ ഉള്ളത് പ്രൊജക്ടർ റൂം ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ബാർക്കോൻ്റെ പ്രൊജക്ടർ. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ
കണ്ടോ ഇടയിലുള്ളൊരു ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇങ്ങനത്തെ തിയേറ്റേഴ്സിലൊക്കെ ഉണ്ടാവും ഇടയിൽ നമുക്ക് കാല് നീട്ടി ഇരിക്കാൻ പറ്റും. ഇവിടെ അവിടെയും അതെ കേട്ടോ, നല്ല ഗ്യാപ്പുണ്ട്, കാല് നീട്ടി ഇരിക്കാൻ പറ്റിയൊരു ഗ്യാപ്പുണ്ട്. ഇവിടെ റിക്ലൈനർ സീറ്റ് ഇല്ല, സാധാരണ സീറ്റ്സാണ് എല്ലാം. 150യുടെ സീറ്റ്സാണ് എല്ലാം. 214 സീറ്റും സാധാ സീറ്റ്സാണ്. അപ്പോൾ അതൊക്കെയാണ്, അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ കേട്ടോ. ഈ ലാഡർ സിനിമാസിൻ്റെ 3 സ്ക്രീൻസ് നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാഡർ സിനിമാസിലെ സ്ക്രീൻ 1ലാണ് നിൽക്കുന്നത്. സ്ക്രീൻ 1ൽ ഞാൻ അവതാർ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത്രയും ഞാനിപ്പോൾ 3 തിയേറ്ററൊന്നും കണ്ടു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് കണ്ടതിലാണ്. കാരണം സൗണ്ട് അത്രയും ക്ലാരിറ്റിയാണ്. അവതാർ പോലത്തെ സിനിമകൾ കാണാം ഇങ്ങനത്തെ തിയേറ്ററുകളിൽ നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. ബിക്കോസ് അപ്പോഴാണ് ഈ തിയേറ്ററിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി എല്ലാ സിനിമാസും അതെ കേട്ടോ, പക്ഷേ അവതാർ എടുത്തു പറയേണ്ട ഒരു മൂവിയായിരുന്നു ഈ തിയേറ്റർ എക്സ്പീരിയൻസിൽ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ ലാഡർ സിനിമാസിലെ. ഞാനിപ്പോൾ സ്ക്രീൻ 1ൻ്റെ ഉള്ളിൽ നിന്ന് ഔട്ടറോ എന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതാണ് സ്ക്രീൻ 1, ജയൻറ്റ് സ്ക്രീനാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ, ലാഡർ സിനിമാസിൻ്റെ ഈ വീഡിയോ, ഇത് സംഭവം 2 എക്സിറ്റുകൾ 3rd ഫ്ലോറിലുണ്ട് കേട്ടോ. സംഭവം 3rd ഫ്ലോറിൽ എന്താ വെച്ചാൽ 2 എക്സിറ്റുകൾ പോകുന്നത് 3rd ഫ്ലോറിലേക്കാണ്. പിന്നെ പ്രൊജക്ടർ റൂമാണ് അവിടെ ഉള്ളത്, അത് മാത്രമേ 3rd ഫ്ലോറിലുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ലാഡർ സിനിമാസ് ലക്കിടി, ഒറ്റപ്പാലത്തിനടുത്തുള്ള ലക്കിടിയിലുള്ള ലാഡർ സിനിമാസിൻ്റെ കാഴ്ചകൾ. ഒരുപാടായി ഞാൻ തിയേറ്ററിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ സാധിച്ചു. അപ്പോൾ എന്തായാലും ഈ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാടധികം പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ തിയേറ്റർ റിവ്യൂ ചെയ്യാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ ലൊക്കേഷൻ വീഡിയോ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മുടെ ചാനൽ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.